എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കീഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്റർടൈൻമെന്റ് കിഴി റിയാക്ഷനാണ് കത്തനാർ പാർട്ട് 1 സിനിമയുടെ ഒഫീഷ്യൽ ട്രെയിലർ, ടീസർ ട്രെയിലർ ആട്ടോ. കാത്തിരിക്കുകയായിരുന്നു, കുറെ കാലം ഇതിന്റെ ഒരു അപ്ഡേറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. എത്ര നാളായില്ലേ? അതായത് 1.5 വർഷം മുന്നേ കണ്ടാണ് ഒരു വീഡിയോ, ഒരു ഗ്ലിംസ് വന്നത്. അതിലൊരു കേരള കയറിയതാ സിനിമ. പിന്നീട് അങ്ങോട്ട് ഇതിനെ കുറിച്ച് ചില സ്റ്റില്ലൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ പോലും ബാക്കി ഒരു ഇതെന്താണെന്ന് അറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റി ഭയങ്കരമായിരുന്നു. എന്താണെങ്കിലും പുറത്തു വന്നിട്ടുണ്ട്. എന്തായാലും ഗ്ലിംസ് കണ്ട് ഞെട്ടിയതാണ്. ഇന്റർനാഷണൽ സ്റ്റഫ്. ഇനി ട്രെയിലർ കണ്ട് ഞെട്ടാം. അതെ, എന്തായാലും ജയസൂര്യ നായകനാവുന്ന സിനിമയാണ്. റോജിൻ തോമസ് ആണ് സിനിമ സംവിധാനം ചെയ്യുന്നത്. പിന്നെ അനുഷ്ക ഷെട്ടിയാണ് ഇതിൽ നായിക. പിന്നെ ലാലേട്ടൻ ഇതിൽ കാമ്യ വേഷം ചെയ്യുന്നുണ്ട്. പിന്നെ പ്രഭുദേവ പ്രധാന വേഷം ചെയ്യുന്നുണ്ട്. സാൻഡി മാസ്റ്റർ ഉണ്ട്. കുറെ പേരുണ്ട് കേട്ടോ. എന്താണെങ്കിലും ഇനി ട്രെയിലർ കണ്ടിട്ട് ബാക്കി പറയാം. ട്രെയിലർ 3 മിനിറ്റ് ഉണ്ട്. ഓക്കെ കാണാം. അത്യാവശ്യം നന്നായിട്ട് തന്നിട്ടുണ്ട്. അല്ല, മൂവീസായിട്ടോ നിർമ്മാണം. ഇത് ഇത്രയും അത്യാവശ്യം ഇത് തരണം. അതെ, ഇത് തന്നില്ല, ഇത്ര നാളായിട്ടൊന്നും തന്നിട്ടില്ല. അപ്പൊ ഇത് അത്യാവശ്യം തന്നിട്ടില്ലേ പിന്നെ എന്ത് ചെയ്യാനാ? ഇല്ലെങ്കിൽ നമ്മൾ ഇളകും. പിന്നെ ഇത്രയും കാത്തിരുന്നു ക്ഷമയോടെ. ഇനി ആ ക്ഷമ പ്രതീക്ഷിക്കരുത്. ഇത് പിന്നെ മറ്റൊരു കാര്യം, ഞാൻ അങ്ങനെ കാത്തിരിക്കുന്ന സമയത്ത് ഇതിനകത്ത് റിലീസ് ഡേറ്റ് കാണിക്കുന്നുണ്ടോ അറിയാൻ വേണ്ടിട്ടാ. ശരിയാണല്ലോ, അതൊന്നും അറിയണല്ലോ. അതും കൂടി ഉണ്ടെങ്കിൽ പൊളിച്ച്. ട്രെയിലറും ടീസറും ഗ്ലിംസും കണ്ടിരുന്നാ പോരല്ലോ അല്ലേ? അതെ, ഇത് റിലീസും ആവണ്ടേ, സിനിമ ആവണ്ടേ. അതെ, കാണാം. ഓക്കെ, അപ്പൊ റെഡി, തുടങ്ങാം. വിജ്ഞാനത്തിന്റെ ரூபവും ഉറവിടവും എപ്പടിയായിരുന്നാലും കാന്തല്ലൂർ ശാലയിൽ അത് വരവേൽക്കപ്പെടും. ഇന്ദ്രജാലത്തെ ഞാൻ നമ്പരുതില്ല. തമിഴില് സംസാരിക്കുന്നത് രഹസ്യമാർഗങ്ങളിൽ വരെ അവർ ഗവേഷണം ചെയ്യുന്നുണ്ട്. எல்லாரும் அசந்து பார்க்க போற மாதிரி ஒரு மாயாஜாலம். நம்ம ஆன்மாவோட கலந்து நம்ம நினைவுகளோடு சங்கமிக்க போகிற ஒரு நிகழ்வு. ജയരാജശ്രീക്ക് കുഞ്ഞമനിൽ നിന്ന് വാഴ്ത്തക്കൾ. തമിഴാണോ? അല്ലല്ല, അത് മലയാളത്തിൽ തന്നെ. അത് പിന്നീട് വരും. കണ്ടതും കേട്ടതും ഒന്നുമല്ല വരാനിരിക്കുന്നത്. സംഭവമാണ്. ആപത്ത് കാലത്ത് വരുന്ന അതിമനുഷ്യൻ. കൈപിടിച്ചാൽ കരുതലും കൈവിട്ടാൽ കുട്ടിനാശവും വരും. ഒരു മനിത ഉടമ്പിൽ കൊള്ളുന്നതിലും അധികം ശക്തി നിങ്ങൾ കട്ടുപ്പെടുത്തി. നിങ്ങൾ പറയുന്നത് വിശ്വസിക്കുക. ആപത്തിലാണ്. എന്തൊരു സിനിമയാണ് കാണുന്ന ഒരു എന്താ ചാത്തനോ? മായ അണ്ടമേ മായ. ഷോട്ടുകളാണോ? എന്താ മേക്കിങ്ങില്? എന്തതിന്റെ ക്വാളിറ്റിയാണ്. മലയാളത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു സാധനം കാണുന്നത് കേട്ടോ.
എന്റെ അമ്മോ ഏജാതി സാധനം ഞെട്ടിച്ച് കളഞ്ഞു. ഇത് സമയം എടുത്തിട്ടുണ്ടെങ്കിലും എടുത്തതിനുള്ള മുതലുണ്ട് കേട്ടോ. കോസ്റ്റ്യൂം ആർട്ട് ഡിപ്പാർട്ട്മെന്റ് അത് ഓരോ ടൈമിലുള്ള ആ ഒരു കോസ്റ്റ്യൂംസ് ഉണ്ടല്ലോ, അതൊക്കെ കാണിക്കുന്നുണ്ട്. ചില സമയങ്ങളിൽ നമുക്ക് മറ്റേതോ ഒരു ഇംഗ്ലീഷ് സിനിമയിലൊക്കെ കാണുന്ന ആൾക്കാർ വന്ന് നിൽക്കുന്ന പോലെ തോന്നുന്നു. എന്നാൽ ചില സമയത്ത് തനി നാടൻ ഇതിലേക്ക് വരുന്നുണ്ട്. ലൊക്കേഷൻ ആ കുതിരേനെ കൊണ്ട് നിൽക്കുന്ന ഒരു സ്ഥലമുണ്ട്, ആ പുഴ, അതായത് പുഴ കൂടുന്ന സ്ഥലത്ത് ഒറ്റയ്ക്ക് നിൽക്കുന്ന സ്ഥലം. അത് കിട്ടിയില്ല സാധനം. ആ ഒരു ഫ്രെയിം തന്നെ ഭാരക ഫ്രെയിം. അല്ല, അതിനകത്ത് കാണിക്കുന്ന ലാലേട്ടന് തന്നെയാണോ? അതെനിക്ക് ഡൗട്ട് ഉണ്ട്. അതെന്തായാലും നോക്കണം. നമ്മളിത് ആദ്യമായിട്ട് കാണണം, നമ്മുടെ ആ സമയത്തുള്ളത് കാണട്ടത്. ാണോന്നൊരു സംശയം പോലെ തോന്നി. പക്ഷെ അത് കഴിഞ്ഞിട്ട് ചിലരെ ഇങ്ങനെ പൗസ് ചെയ്ത് നോക്കിയിട്ട് കമന്റ് ഇടും, എന്താണ് നിങ്ങൾക്ക് അവരെ മനസ്സിലായില്ലേ, അത് മനസ്സിലായില്ലേ ചോദിക്കും. ഞങ്ങൾക്ക് മനസ്സിലാകാത്തതാണ് അത് അങ്ങനെ തന്നെ പോണത്. കാരണം കാണലേ കണ്ടിട്ടുള്ളൂ. നമുക്കിപ്പോ ഒരാളെ കണ്ട് ഇയാളാണോ എന്ന് ഡൗട്ട് തോന്നുമ്പോ നമുക്ക് വേണമെങ്കിൽ ഒന്ന് റിവേഴ്സ് അടിച്ച് പൗസ് ചെയ്തൊക്കെ നോക്കിയിട്ടൊക്കെ ചെയ്യാം. അങ്ങനെയല്ല ഇത് ചെയ്യുന്നത്. ഇത് ഡയറക്റ്റ് എങ്ങനെയാണോ നമ്മൾ ആദ്യം കാണുന്നത് അതേപോലെ കണ്ടുപോകുന്നതാണ്. അപ്പൊ പല ആൾക്കാരും മിസ് ചെയ്തേക്കാം. ഇത് കഴിഞ്ഞതിന് ശേഷം പലതും നമ്മൾ കൂടുതലായിട്ട് കണ്ടേ. അതെ, കാരണം അത് ഒറ്റ കാഴ്ചയിലുള്ള സംഭവം. എന്തായാലും ലൊക്കേഷൻസ്, പിന്നെ സെറ്റ്, പിന്നെ കാത്തിരുന്നതിനുള്ള മുതലുണ്ട് കേട്ടോ. അതാണ്. എടാ റിലീസ് ഡേറ്റ് ലാസ്റ്റ് കാണിച്ചോ? ഇല്ല തോന്നുന്നു. അതാ, അത് ശ്രദ്ധിച്ചില്ല. എന്താ ഇനി വിസ്മയത്തിന്റെ ഒരു ലോകത്ത് തന്നെ ഇങ്ങനെ അത്ഭുതത്തോടെ ഇരിക്കുകയല്ലേ. അതായത് ഇപ്പൊ എനിക്ക് ഓർമ്മ ഇന്നലെ ജയസൂര്യന്റെ ഒരു വീഡിയോ പുറത്തു വിട്ടിട്ടുണ്ടായിരുന്നു ഇവര്. അതായത് ജയസൂര്യ പറഞ്ഞൊരു സംഭവമുണ്ട്, ഇതിന് മുന്നേ കത്തനാർ സിനിമയായിട്ട് വന്നിട്ടുണ്ട്, സീരിയലായിട്ട് വന്നിട്ടുണ്ട്. അതിലൊന്നും നിങ്ങൾ കണ്ട ഒരു സംഭവേ അല്ല ഈ സിനിമ എന്നുള്ളത് ആള് പറയുന്നുണ്ട്. അത് കറക്റ്റ് ആണെന്നുള്ളത് ഇപ്പൊ മനസ്സിലായി. നമ്മളും കേട്ടിട്ടുണ്ടായിരുന്നു. അതായത് ഈ കഥ എന്തായിരിക്കും എന്നുള്ളത് നമുക്ക് ഏതാണ്ട് ഇതിനെക്കുറിച്ച് അന്വേഷിച്ച് പോയത് കൊണ്ട് കുറച്ച് കിട്ടിയിരുന്നു. അങ്ങനെയാണ് ആ സാധനം വരുന്നെങ്കിൽ ഒരു 1.5 ഐറ്റായിരിക്കും. ഇതെന്താണെന്നറിയോ, ഇതിനകത്ത് ഇതിന്റെ വിഷ്വലും ഇതിന്റെ മേക്കിങ്ങും തന്നെ ഇത് കാണാൻ കണ്ണ് നിറച്ച് കാണാൻ മാത്രം സത്യമായിട്ട് തോന്നുന്ന കാര്യം. ഒരു വാച്ചിനല്ല, അതാ പറഞ്ഞ ഇതിനകത്ത് പല സംഭവങ്ങളും നമുക്ക് അതിന് വിഷ്വൽ ട്രീറ്റ് എന്നൊക്കെ പറയൂലേ. ഇപ്പൊ അവതാറൊക്കെ ഫസ്റ്റ് വന്ന സമയത്ത് നമുക്ക് അങ്ങനത്തെ ഒരു സംഭവം തോന്നിയിട്ടുണ്ടാവും, എന്താണ് ഈ സാധനം എന്നുള്ളത്. ഇത് മലയാളത്തിൽ നിന്ന് ഈ വലിപ്പത്തിൽ ഇങ്ങനെ മേക്ക് ചെയ്ത ഒരു സിനിമ വരുന്നു എന്നുണ്ടെങ്കിൽ നമുക്ക് അവതാർ തന്നെയാണ്, മലയാളത്തിൽ അവതാർ എന്ന് തന്നെ പറയണം. സത്യമായിട്ട് മലയാളത്തിൽ ഇത് ആദ്യമാണ്. തീർച്ചയായിട്ടും നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല ഇങ്ങനത്തെ മേക്കിംഗ്. ഏത് സിനിമയ്ക്ക് കണ്ടിട്ടുള്ള മലയാളത്തില്? ഇപ്പോ അതിന്റെ ഗ്ലിംസ് എടുക്കാം. ഗ്ലിംസ് 1 സംതിങ് ഉണ്ടായിരുന്നു. അതെ, അതിലെ ഒരു വിഷ്വലും ഏതാണ്ട് ഇതിലില്ല. അതിനകത്ത് ഒന്നുമില്ല, അതിലൊന്നും കാണിച്ചിട്ടില്ല. അത് വേറെ ഉണ്ടല്ലോ. അത് വേറെ, അതെ, അത് വേറെ സാധനം. ഇത് അതൊന്നും പെടാത്ത സാധനം. ഇത് എല്ലാം കൂടി വെച്ച് നോക്ക്, എന്തൊരു സാധനം പടച്ചു വെച്ചിരിക്കുന്നത്. ഓരോ 1.5 ഐറ്റം തന്നെയായിരിക്കും കേട്ടോ. എന്തായാലും ജയസൂര്യ 4 വർഷത്തോളം ഇതിനായിട്ട് ഡെഡിക്കേറ്റ് ചെയ്തതാണ്. ജയസൂര്യ മാത്രമല്ല, അതിന് പിന്നിൽ പ്രവർത്തിച്ച ഒരുപാട് ആൾക്കാർ. ഈ സിനിമയുടെ ഒരു ടീം തന്നെ. ഇപ്പൊ അതിനകത്ത് ഇപ്പൊ മറ്റുള്ള ആർട്ടിസ്റ്റുകളൊക്കെ വേറെ സിനിമകളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും ഈ സിനിമേന്റെ പുറകിലുള്ള സംവിധായകനാണെങ്കിലും ഇതിലെ ബാക്കി സിനിമാറ്റോഗ്രാഫി അങ്ങനത്തെ ടീമുകൾ ബാക്കിയെല്ലാം ആ ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് നന്നായിട്ട് പണിയെടുത്തിട്ടുള്ള ആൾക്കാരാണ്. അത് കാണാനുണ്ട് കേട്ടോ. ഇത് ഇപ്പൊ സത്യമായിട്ടും ജയസൂര്യ 4 വർഷം കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിനുള്ള മുതല് ഇതിനകത്ത് കാണാനുണ്ട്. ഇത് 2 പാർട്ടായിട്ടാണ് വരുന്നത്. 90 കോടിയുടെ മുടക്കിലാണ് ഈ സാധനം ഫുള്ള്. 2 സിനിമയായിട്ട് ഒന്ന് ചിന്തിച്ച് നോക്കണം. മറ്റു ഭാഷകളിൽ എത്രയോ കോടികൾ മുടക്കിയിട്ടാണ് ഇതിന്റെ അടുത്ത് പോലും എത്താത്ത ലെവലിൽ സിനിമ ഇറക്കുന്നത്. നോക്ക് ക്വാളിറ്റി. ഇതിന്റെ ഡയറക്ടർ അന്ന് ഗ്ലിംസ് ഇറങ്ങിയതിന് ശേഷം ആള് പറഞ്ഞൊരു സാധനം എനിക്ക് ഓർമ്മ വരുന്നുണ്ട്, റോജിൻ. അതായത് ഇതിന്റെ എഡിറ്റിങ്ങും വർക്കുകളും ഒന്നും പുറത്തുനിന്നല്ല ചെയ്യിപ്പിച്ചിട്ടുള്ളത്. ഇവിടെ കേരളത്തിൽ അതിൻ്റെതായ ചെയ്യുന്ന നല്ല കഴിവുള്ള ആൾക്കാരുണ്ട്, അവരെ കൊണ്ടാണ് ചെയ്യിപ്പിക്കണതെന്നാണ് പറഞ്ഞത്. ഇതിപ്പോ ശരിക്കും നമ്മളിത് കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മളെന്താ ശരിക്കും പുറത്തൊക്കെ കൊടുത്തിട്ട് പല സിനിമകളും ഉണ്ട് പുറത്ത് കൊടുത്തിട്ട് വർക്ക് ചെയ്യിപ്പിച്ചു തരുന്നത്. അങ്ങനത്തെ ഒരു വർക്ക് പോലല്ലേ ശരിക്കും ഇവിടെയുള്ള മലയാളികളാണ് ഇത് ചെയ്തിട്ടുള്ളതെന്നാണ് ആദ്യം പറയേണ്ടത്. അത് തന്നെ ഏറ്റവും വലിയ ഞെട്ടലുണ്ടാക്കുന്ന സാധനം. അതായത് കഴിവുണ്ട്, പൈസ കുറച്ച് അതല്ല, കുറച്ച് ബഡ്ജറ്റും കൂടി മലയാള സിനിമയ്ക്ക് കൊടുക്കാനുണ്ടെങ്കിൽ മലയാള സിനിമ കൊടുക്കുന്ന പോലത്തെ ഒരു മുതല് ഒരാൾക്കും ചെയ്യാൻ പറ്റില്ല. വാക്കുകള് മതിയാവുന്നില്ല, വീണ്ടും വീണ്ടും പറയാൻ തോന്നുന്നു. കാരണം നമ്മുടെ ലാംഗ്വേജില് ഇങ്ങനത്തെ ഒരു സിനിമ ആദ്യമായിട്ടാണ്.
ഇങ്ങനത്തെ ഒരു ട്രെയിലർ കണ്ടിട്ട് തന്നെ അന്താളിച്ചിരിക്കുന്ന ആദ്യമായിട്ടാ അല്ലേ? അങ്ങനത്തെ ഒരു സാധനം നമ്മൾ കണ്ടിട്ടില്ലല്ലോടാ, ഇങ്ങനത്തെ ഒരു സാധനം ഇതുവരെ. എന്തൊരു അപാരമായ ധൈര്യം വേണം ഇങ്ങനെ സിനിമ ഈ രീതിയിൽ ഇറക്കി വിടണമെങ്കിൽ. അതെ, അതിന് മുൻപ് ഇതിന്റെ ഒരു ഡിസൈനല്ലേ ഇതിന്റെ മുമ്പ് ഉണ്ടാവുള്ളൂ, ഔട്ട്പുട്ട് അതിന് ശേഷമാണ് ഇപ്പൊ നമ്മൾ കണ്ടു കഴിഞ്ഞിട്ടാണ് ഇതിനെ കുറിച്ച് പറയുന്നത്. അതിന് മുൻപേ ഒരു വീക്ഷണം മാത്രമേ അവരുടെ കയ്യിലുണ്ടാവുള്ളൂ. എന്നിട്ട് ഇത് ഈ രീതിയില് 90 കോടി വെച്ചിട്ട് പിന്നെ 2 പാർട്ട് ഇത്രയും ക്വാളിറ്റിയില്. അതാണ്. പിന്നെ വേറൊരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കില് ഈ ഒരു സ്റ്റോറി അറിയാത്ത മലയാളികളില്ല. കത്തനാരെന്ന് പറഞ്ഞ അങ്ങനെയുള്ള മലയാളികളുടെ ഇടയിലേക്കാണ് ഇത് ആ സ്റ്റോറി അല്ല എന്ന് പറഞ്ഞിട്ട് ഒരു സിനിമ ചെയ്തു കൊടുക്കുന്നത്. പുതിയ വേർഷൻ. യെസ്, ഇതേപോലെ പുതിയ വേർഷൻ വന്ന് പറഞ്ഞ സിനിമ അത് മലയാളത്തിലെ ഇൻഡസ്ട്രി ഹിറ്റാണ്. ലോക 300 കോടി. അതെ, അതും ഇതേപോലെ തന്നെയായിരുന്നു. ആ ഒരു മിത്ത് അല്ലെങ്കിൽ ആ ഒരു കഥ നമുക്ക് എല്ലാവർക്കും അറിയുന്നതായിരുന്നു. അതിനെ മാറ്റിമറിക്കുക ചെയ്തത്. ഇതും അതുപോലെ തന്നെ മറ്റൊരു രീതിയിൽ മാറ്റിമറിക്കുന്ന സിനിമ തന്നെയായിരിക്കും. അനുഷ്കയുടെ ക്യാരക്ടർ നീളാന്നല്ലേ ക്യാരക്ടർ നെയിം? അതായത് കന്യാങ്കാട്ട് നീലി ആയിരിക്കും. അതെ, അത് അതിലേക്ക് തന്നെ ഉള്ളതാണ്. ഓക്കെ, അപ്പൊ എന്താണെങ്കിലും നമുക്ക് ഇനി കാത്തിരിക്കാം ഇതിന്റെ മറ്റുള്ള അപ്ഡേഷന് വേണ്ടിയിട്ട്. എന്തിനാലേ ഇടക്കിടക്ക് അപ്ഡേറ്റ്സിന്റെ ഒക്കെ ആവശ്യം എന്താലേ? ഇങ്ങനെ വല്ലപ്പോഴും വന്നാൽ ധാരാളം. എന്താണ് വിസ്മയാണ്. ഭീകരം എന്താണെങ്കിൽ ഗംഭീരമായിട്ടുണ്ട്. ഇനി ഇതിന്റെ റിലീസ് ഡേറ്റും കാര്യങ്ങളൊക്കെയാണെന്ന് അറിയേണ്ടത്. എന്തായാലും പെട്ടെന്ന് തന്നെ അതും കൂടി അങ്ങ് വന്നാൽ സന്തോഷമായിരുന്നു. എന്തായാലും പോവല്ലേ? എന്തായാലും ഞങ്ങൾ പോവാണ്. മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് ഉടനെ തന്നെ വരാം. ബൈ.